ശുശ്രൂഷകളിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ഈ ഒരാഴ്ച മുഴുവനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും അവിടുത്തെ ക്രൂശുമരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഓർമ്മകളിൽ ക്രൈസ്തവ ലോകം മുഴുകിയിരിക്കുന്ന ഒരാഴ്ചവട്ടമാണ്. പ്രത്യേകിച്ച് ഇന്ന് പെസക വ്യാഴമാണ്. പെസക നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഓർമ്മകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്, ഒരു ആചരണമാണ് പെസക എന്ന് പറയുന്നത്. പുതിയ നിയമ വിശ്വാസികൾക്ക് പെസകയുടെ ആചരണം അനിവാര്യമാണോ അനിവാര്യമല്ലയോ ഇങ്ങനെയുള്ള ഒരുപാട് തർക്കങ്ങൾ ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ വക വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുവാനോ അതിലേക്ക് കടന്നു പോകുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പെസക നമുക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില ഓർമ്മകൾ, അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചരണമാണ് അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് പെസഹ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം 430 കൊല്ലം അവരുടെ അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ് പെസഹ ദിവസം എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ കലണ്ടറിലെ ആബീബ് മാസം 14-ാം തീയതിയാണ് അത്തരത്തിലൊരു ആചരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്സവത്തിന് വേദിയാകുവാനായിട്ട് ഇടയായിട്ടിരുന്ന ദിവസം എന്ന് പറയുന്നത്. 3 ദിവസങ്ങളായിട്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം കട്ടളക്കാരും കുറുമ്പടിമേലും തേച്ച് ഇസ്രായേലിയർ സംഹാരകനെ കടന്ന് ഒഴിഞ്ഞു പോയ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയാണ് പെസഹയുടെ ദിവസം. പ്രത്യേകിച്ച് അവരുടെ അടിമത്വം അവസാനിച്ച ഒരു ദിവസം കൂടിയായിരുന്നു പെസഹ എന്ന് പറയുന്നത്. ഒരു ജനത്തിൻ്റെ വിമോചനത്തിൻ്റെ ദിവസമായിട്ടാണ് പെസഹയെ പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ദിവസം ആചരിക്കേണ്ടുന്ന പ്രത്യേക ചില കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുകയാണ്. പ്രധാനമായിട്ടും ഇസ്രായേലിയർ, യഹൂദന്മാർ അവരുടെ പെസഹ ആചരണത്തിൽ ചെയ്യുന്ന 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഒന്ന് സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അവരുടെ പാരമ്പര്യ പുസ്തകമായിരിക്കുന്ന മിഷ്ന വായിച്ചാൽ അതിൽ പെസഹയുടെ ആചരണത്തിന് പ്രത്യേക അവർ ചെയ്തു പോന്നിരുന്ന ഒരു രീതിയുള്ളത് 3 പ്രധാനപ്പെട്ട കപ്പുകളിലേക്ക് അവർ വീഞ്ഞ് പകർന്നു വയ്ക്കുക പതിവായിരുന്നു. 3 അപ്പങ്ങൾ അവരുടെ പെസഹയുടെ ആചരണത്തിന് അവർ ഉപയോഗിക്കും. അതിൽ 2 എണ്ണം അവർ ഉപയോഗിക്കും. 2 കപ്പിലെ വീഞ്ഞ് അവർ ഉപയോഗിക്കും. 2 അപ്പം അവർ എടുക്കുകയും ചെയ്യും. 1 എണ്ണം ബാക്കി വയ്ക്കുന്നത് പതിവാണ്. അന്നേരം യഹൂദ സമുദായത്തിൽപ്പെട്ട യഹൂദ വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ, അവരുടെ പുതുതലമുറക്കാർ എന്തിനാണ് ഇങ്ങനെ ബാക്കി വെക്കുന്നത് എന്ന് അവരുടെ പിതാക്കന്മാരോട്, പ്രായമുള്ളവരോട് ചോദിക്കുന്നത് പതിവാണ്. ഈ പുതു തലമുറക്കാർ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ബാക്കി വെക്കുന്നത്. അന്നേരം പ്രായമുള്ളവർ പറഞ്ഞു കൊടുക്കും, മിശിഹ വരുന്ന സമയത്ത് മിശിഹായുടെ കയ്യിൽ നിന്ന് നമുക്കിത് വാഴ്ത്തി നുറുക്കി കിട്ടും എന്നാണ് യഹൂദന്മാർ പഠിപ്പിച്ചു പോന്നിരുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കേണ്ടതിന് വിരിച്ചൊരുക്കിയ വലിയൊരു മാളിക മുറിയിലേക്ക് പ്രവേശിക്കുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു ഒരപ്പം എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നാണ്. ആ വാക്യത്തിനകത്ത് യഹൂദന്മാർ സ്വാഭാവികമായിട്ടും അവരുടെ പെസഹയിൽ മാറ്റിവെച്ചിരുന്ന ആ ഒരപ്പം അത് യേശുക്രിസ്തു എടുക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുക്കുകയും ചെയ്യും. പാനപാത്രവും യഹൂദന്മാർ മാറ്റിവെച്ചിരുന്ന ആ പാനപാത്രം അതെടുത്ത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യഹൂദന്മാർ അവരുടെ പാരമ്പര്യം അനുസരിച്ച് മാറ്റിവെച്ചിരുന്ന അപ്പവും മാറ്റിവെച്ചിരുന്ന വീഞ്ഞുമാണ് യേശുക്രിസ്തു തൻ്റെ ഒടുവിലത്തെ പെസഹ ആചരണത്തിൽ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പൂർവ്വകാലങ്ങളിൽ യഹൂദന്മാർ സങ്കല്പിച്ചിരുന്ന ആ സങ്കല്പത്തെ യേശു വാസ്തവത്തിൽ അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. വാഗ്ദത്ത മിശിഹ കടന്നു വരികയും വാഗ്ദത്ത മിശിഹയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ബാക്കി വെച്ചിരിക്കുന്ന ഒരപ്പം, ബാക്കി വെച്ചിരിക്കുന്ന 1 ഗ്ലാസ്സിലെ മുന്തിരിച്ചാറ് നമുക്ക് ലഭിക്കും എന്നാണ് പിതാക്കന്മാർ പുതിയ തലമുറക്കാരോട് പറഞ്ഞു കൊടുത്തിരുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അത് പങ്കിട്ട് കൊടുത്ത് ആ ചിന്തകളെ യേശുക്രിസ്തു പൂർത്തീകരിക്കുവാനായിട്ട് ഇടയാത്തുന്നു. പെസഹ നമുക്ക് നൽകി തരുന്ന 2ാമത്തെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണമായിരിക്കുന്ന യാഗം അഥവാ അവിടുത്തെ മരണത്തോടുകൂടെ പെസഹ പഴയ നിയമത്തിൽ യേശു അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി പെസഹയുടെ ആചരണം, യേശുക്രിസ്തു അന്ന് ഒടുവിലത്തെ പെസഹ ആചരിച്ചതോടുകൂടെ പെസഹയുടെ ആചരണം പിന്നീട് എങ്ങും തന്നെ വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിന് ഉണ്ടെങ്കിൽ തന്നെ അതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ്
തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഒന്നാമത്തേത്, ഒരു വലിയ ജനത്തിന്റെ വിമോചനമാണ് പെസഹയുടെ ഓർമ്മകൾ നമുക്ക് നൽകുന്നതെങ്കിൽ, രണ്ടാമത്തേത് യേശുക്രിസ്തുവിലൂടെ ഈ പെസഹ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നും ക്രൈസ്തവർ പെസഹയെ ആചരിക്കുന്നുണ്ടെങ്കിൽ അത് വേദപുസ്തക അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ വേദപുസ്തക അനുസൃതമായിട്ട് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനല്ല, ഒരു പൂർത്തീകരിക്കപ്പെട്ട ഒരു സംഗതിയുടെ ഓർമ്മകൾ മാത്രമാണ് അതിനകത്ത് നിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഇനി അധികമൊന്നും ആഡ് ഓൺ ചെയ്യാനോ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും ഒന്ന് ആർക്കും തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. പൂർത്തീകരിക്കപ്പെട്ട ഒരു സംഗതിയുടെ ഓർമ്മയാണ് വാസ്തവത്തിൽ പെസഹ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ആഗോള ക്രൈസ്തവർ മുഴുവനും ഇന്ന് പെസഹ ആചരിക്കുമ്പോഴത്തേക്കും ഈ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് വളരെ നല്ലതാണ്. ഒരു വലിയ ആത്മീയ ചിന്ത ഇതുമായിട്ട് പറയാനായിട്ടുണ്ട്. നമ്മളും ഇസ്രായേലിയരെ പോലെ എവിടെയൊക്കെ അടിമത്വത്തിൽ കടന്നവരായിരുന്നു. മിസ്രൈമിൽ അവർ 430 കൊല്ലം അടിമകളായിരുന്നെങ്കിൽ നാം പാപത്തിൽ അടിമപ്പെട്ടവരായിരുന്നു. പൈശാചിക ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ലോകത്തിന്റെ അധാർമികമായിരിക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. എവിടെയൊക്കെയോ അടിമത്വത്തിന്റെ ചങ്ങല നമ്മുടെ കൈകാലുകളിൽ വീണിട്ടുണ്ടായിരുന്നു. ആ ചങ്ങലെ പൊട്ടിച്ച ഒരു ദിവസമുണ്ട്. അത് എന്നാണോ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, അന്നാണ് ആ അടിമത്വത്തിന്റെ ചങ്ങല നമ്മുടെ കൈകാലുകളിൽ നിന്ന് വീണുപോയത്. ഒരു മനുഷ്യൻ പെസഹ ആചരിക്കണം എന്നുള്ളതിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, വർഷത്തിൽ വന്നു പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണമെന്നില്ല. അവൻ രക്ഷിക്കപ്പെട്ട ദിവസമാണ് അവന്റെ ജീവിതത്തിലെ പെസഹയുടെ ദിവസം എന്ന് പറയുന്നത്. കാര്യം അവന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് അവന് ബോധ്യം വരികയും ആ കുഞ്ഞാടിന്റെ രക്തത്താൽ അവന് വിമോചനം പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് ഒരു മനുഷ്യൻ എന്ന് ചിന്തിക്കുന്നു, അന്നാണ് അവന്റെ ജീവിതത്തിന്റെ ആബീബ് മാസം 14-ാം തീയതി എന്ന് പറയുന്നത്. അഥവാ അന്നാണ് അവന്റെ പെസഹ എന്ന് പറയുന്നത്. ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഓർമ്മ വരാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട ദിവസം, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ദിവസം, യേശു നിങ്ങളുടെ ഹൃദയ കവാടത്തിലേക്ക് വന്നു മുട്ടിയപ്പോൾ അത് തുറന്നു കൊടുക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ്, അതെന്നായിരുന്നു? അതാണ് നിങ്ങളുടെ പെസഹയുടെ ദിവസം എന്ന് പറയുന്നത്. പെസഹയുടെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ഇതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. പെസഹയിലേക്ക് നമ്മളെ നയിക്കുന്നതും ഇത് തന്നെ ആയിരിക്കാനായിട്ട് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, നമുക്കൊരു വിമോചകൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പെസഹ നമുക്ക് മുന്നോട്ട് നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് കൊരിന്ത്യ സഭയോട് പൗലോസ് ലീഗ പറയുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ അറുക്കപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞാട് യാഗമായി തീർന്നിരിക്കുകയാണ്. അവിടുത്തെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമുക്ക് വിമോചനം ലഭ്യമാകുവാനായിട്ട് ഇടയാക്കുന്നത്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു അവസാനിപ്പിച്ച് കളഞ്ഞ ആ പെസഹയുടെ ആചരണം ഇനി ആരെങ്കിലും കൊണ്ടാടുന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കൂ. അത് നല്ലതാണെന്നോ മോശമാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ എന്നും ഞാൻ അതിനെ തിരുത്തി പറയാനാളല്ല. പക്ഷെ അതിനേക്കാൾ ഏറ്റവും വിലമതിക്കുന്നതും ഏറ്റവും ഉയർന്നതും ഏറ്റവും മൂല്യവത്താവുമായിരിക്കുന്ന ഒന്ന് യേശുക്രിസ്തു നമുക്ക് നൽകി തന്ന ആ ഒരു സമ്പൂർണ്ണ വിടുതൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അതാണ് പെസഹയുടെ ഓർമ്മയിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വരുത്തി തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ സന്തുഷ്ടി, അതിൻ്റെ ആണ് പെസഹയുടെ ഓർമ്മകൾ സജീവമാകേണ്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വലിയ ദുഃഖത്തിലേക്ക് പോകുന്നതിനേക്കാൾ, വലിയ നൊമ്പരത്തിലേക്ക് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി സന്തോഷദായകമായിരിക്കുന്ന ഒരു വസ്തുത പെസഹയിലുണ്ട്. ദൈവം നമുക്ക് നൽകി തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു, രുചിച്ചറിയുന്നു. നമുക്ക് ലഭിച്ച ആ വിമോചനത്തെ നമ്മൾ ആഘോഷിക്കുന്നു. ആ ആഘോഷമാണ് വാസ്തവത്തിൽ പെസഹയിൽ വേണ്ടുന്നത്. ഒരു ദുഃഖാചരണം എന്നതിനേക്കാൾ ഉപരി ഒരു ആഹ്ലാദമാണ് പെസഹയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നമുക്കും അങ്ങനെ ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.